103 സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം എന്ന് വായിക്കുന്നു. സാംസ് 103:8. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. 103-ാം സങ്കീർത്തനം യഹോവ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, യഹോവ അകത്യത്തിൽ നിന്ന് വിടുവിച്ചത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും വാഴ്ത്തുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്കതിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും. എന്തൊക്കെ ഉപകാരങ്ങളാണ് ദൈവം ചെയ്തത്, എന്തുകൊണ്ടാണ് യഹോവയെ വാഴ്ത്തേണ്ടത് എന്ന് പറയുന്ന അനേക കാര്യങ്ങൾ ദാവീദ് 103-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാന കാര്യമാണ് ഈ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ഇവിടെ കരുണയെക്കുറിച്ചും കൃപയെക്കുറിച്ചും പറയുമ്പോൾ അത് യഹോവയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ ആശയം വ്യക്തമാക്കുന്ന മറ്റും ചില വാക്യങ്ങൾ തിരുവഴുത്തിലുണ്ട്. അതെല്ലാം കൂടെ നാം ഒരു പഠനം നടത്തിയാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ദൈവകൃപ ആൾ രൂപമായി വെളിപ്പെട്ടതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാം ദൈവകൃപയുടെ ഒരു വെളിപ്പെടുത്തലായിരുന്നു. അതിന്റെ പാരമ്യമാണ് എബ്രായർ 2:9 നമ്മൾ വായിക്കുന്നത്: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ ആ ദൈവകൃപയുടെ പാരമ്യം വെളിപ്പെടുകയായിരുന്നു. പിന്നീട് കാലങ്ങളായി ആ ദൈവകൃപ നമ്മിൽ വ്യാപരിപ്പിച്ചതുകൊണ്ടാണ് നമുക്കൊക്കെ കൃപയാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നു, ആ കൃപ നിറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. കൃപയെന്ന ആ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പലപ്പോഴും നാം ചിന്തിക്കാറുള്ളതാണ്. അർഹതയില്ലാത്തത് നമുക്ക് തന്നു, അതാണ് ദൈവത്തിന്റെ കൃപ. നമുക്കിന്ന് ഇവിടെ ഇരിക്കാൻ യോഗ്യതയുള്ളവരല്ല. ദൈവമക്കളെന്ന് അറിയപ്പെടുവാൻ, ദൈവമക്കളെന്ന നിലയിൽ ദൈവത്തെ പിതാവേന്ന് വിളിപ്പാൻ ഒരർഹതയും ഉള്ളവരായിരുന്നില്ല. പക്ഷേ നമുക്ക് ആ അർഹത ഇല്ലാഞ്ഞിട്ടും ദൈവം ആ പദവി നമുക്ക് തന്നു. അതാണ് ദൈവത്തിന്റെ കൃപ. എന്നാൽ കൃപയോട് ചേർത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക: യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. അർഹതയില്ലാത്തത് നമുക്ക് തന്നു എന്ന് മാത്രമല്ല, ദൈവം നമ്മോട് കരുണ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നമുക്ക് അർഹതപ്പെട്ടത് തന്നില്ല. അതാണ് കരുണ. ദൈവം എന്നോട് കരുണ കാണിച്ചത് കൊണ്ട് ഞാൻ നാശത്തിലേക്ക് പോകേണ്ടതായിരുന്നു, എന്നെ അങ്ങോട്ട് വിട്ടില്ല. ദൈവം എന്നോട് കരുണ കാണിച്ചതുകൊണ്ട് പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടവനായിരുന്നു, എന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തില്ല. ന്യായവിധിയിലേക്ക് പോകേണ്ടതായിരുന്നു, ദൈവം എന്നെ അങ്ങോട്ട് വിട്ടില്ല. എനിക്ക് അർഹതപ്പെട്ടത് ദൈവം തന്നില്ല എന്നുള്ളത് ദൈവത്തിന്റെ കരുണയും, അർഹതയില്ലാത്തത് നമുക്ക് തന്നു എന്നുള്ളത് ദൈവത്തിന്റെ കൃപയും. ഇന്ന് രാവിലെ നാം ഇരിക്കുമ്പോൾ ഇത് രണ്ടും അനുഭവിച്ചത് കൊണ്ടാണ് ദൈവമക്കളായിട്ടിരിക്കുന്നത്. എനിക്ക് ഒരു അർഹതയുമില്ലാതിരുന്ന രക്ഷ ദൈവം എനിക്ക് തന്നു. എനിക്ക് അർഹതപ്പെട്ട നരകം ദൈവം എനിക്ക് തന്നില്ല. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് തുടർന്നും ആരാധിക്കാം. ആ കൃപയും കരുണയും ഒക്കെ വെളിപ്പെട്ട അതിന്റെ പാരമ്യമാണ് നാം കാൽവറിയിലെ ക്രൂശിൽ കാണുന്നത്. നമ്മുടെ കർത്താവ് തന്റെ മരണത്തിലൂടെയാണ് അത് വെളിപ്പെടുത്തി നമുക്കിന്ന് നിത്യജീവൻ തന്നത്. നമ്മുടെ കർത്താവ് ആ നിലയിൽ മരിച്ചെന്ന് മാത്രമല്ലല്ലോ, ഇന്ന് നാം ആരാധിക്കുന്നത് കേവലം മരിച്ച് അവിടെ കൊണ്ട് തീർന്ന ഒരു ദൈവത്തെയല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ നടുവിരുന്ന് തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിന് തുടർന്ന് മഹത്വം അർപ്പിക്കാൻ ദൈവത്തിന് നാം വാഴ്ത്തണം.